സ്വാഗതം ചെയ്യുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. മുമ്പൊരിക്കൽ 5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു സെക്രട്ടേറിയറ്റിൽ ഇതുപോലെ ഒരു സമരം നടന്ന സമയത്ത് ഞാൻ അവിടെ എത്തിയിരുന്നു. നിങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, അതിനോടൊക്കെ ഞാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് അന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പ് ഞാൻ നിങ്ങളുടെ സമരത്തിൻ്റെ സമയത്ത് എത്തിയത്. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ നിവേദനങ്ങൾ അതൊക്കെ ഏറ്റവും അനുഭാവപൂർവ്വം അധികാരികൾ പരിഗണിക്കണമെന്ന ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഉറക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. എനിക്കറിയാം, കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുടെ ഒരു മാസത്തെ ശമ്പളമെന്ന് പറയുന്നത് ഏകദേശം 20 ലക്ഷം രൂപ വരെ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്കറിയാവുന്നൊരു ഡോക്ടറാണ്, അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് അത്രയുണ്ട്. പിന്നെ അതിൻ്റെ താഴേക്കായിരിക്കാം ബാക്കിയുള്ള ഡോക്ടർമാരുടെ ഒരു ശമ്പളം വളരെ ഹൈയാണ്. എറണാകുളത്തുള്ള ഹോസ്പിറ്റലുകളെ എനിക്കറിയാം, തൃശ്ശൂരിലുള്ള ഹോസ്പിറ്റലുകളെ അറിയാം, തിരുവനന്തപുരത്തെ അറിയാം. പക്ഷേ സാധാരണ ഡോക്ടർമാർ അവരുടെ ഓപ്പറേഷൻ നടത്തുക, അല്ലെങ്കിൽ അവരുടെ റൗണ്ട്സിൽ എന്തെങ്കിലുമൊക്കെ ചികിത്സ പറഞ്ഞ ശേഷം അവർ പോകും. ഈ രോഗിക്ക് വേണ്ടത് ചികിത്സ അല്ലെ ഓപ്പറേഷൻ, അത് വേണം, ഡോക്ടറുടെ ആ ഒരു എക്സ്പേർട്ടായിട്ടുള്ള തീരുമാനം. പക്ഷെ അതിനുശേഷം പരിചരണം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആശുപത്രികളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, വ്യത്യസ്തമാക്കുന്നത് നല്ല പരിചരണം കിട്ടുന്ന ആശുപത്രിയാണോ എന്നുള്ളൊരു കാര്യം, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ ഒരു ഊർജവും ഉത്സാഹവും ഒക്കെയാണ് ആ പരിചരണം ഏറ്റവും മികച്ചതാക്കുന്നത്. അപ്പോൾ ആ ആശുപത്രികൾക്ക് ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല ആശുപത്രി എന്നുള്ള പേരുണ്ടാക്കി കൊടുക്കുന്ന ഡോക്ടറുടെ ഘടകമാണ്. അതുപോലെ തന്നെ തുല്യമായ ഘടകമാണ് പരിചരണവും വളരെ നല്ലതാണ് എന്നുള്ള ആ ഒരു പേര്. അതുണ്ടാക്കി കൊടുക്കുന്ന നിങ്ങളോട്, ഡോക്ടർമാരോട് കാണിക്കുന്ന ആ ഒരു തുല്യ മനോഭാവം അല്ലെങ്കിൽ സമീപനം നഴ്സുമാരോട് കേരളത്തിലില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ലോകത്തിൽ 1-ാം നമ്പറാണ് ചികിത്സാ രംഗത്ത് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും നല്ല കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നഴ്സുമാർ ചെയ്യുന്ന സേവനങ്ങൾ ഏറ്റവും മൂല്യമാണ്. 24 മണിക്കൂറും നമ്മൾ സേവന സന്നദ്ധരായിരിക്കണമെന്നുള്ള ഒരു സേവന മേഖലയാണ് നഴ്സുമാരുടെ. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും അങ്ങനെയാണ്. ഇത് 24 hours ഡ്യൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ 24 hours ഡ്യൂട്ടി ചെയ്യുന്നവരാണ്, ചെയ്യേണ്ടവരാണ്. അങ്ങനെ ഒരു മേഖലയിലാണ് ഈ ചികിത്സാ മേഖല, ആശുപത്രി മേഖല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓരോ ആശുപത്രികളോടും ഞങ്ങൾക്ക് കുറച്ചുകൂടെ ശമ്പളം വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്യൂട്ടി സമയം, ഞങ്ങളുടെ നമ്പർ ഓഫ് ബെഡ്സ്, ജോലിഭാരം, ഇതൊക്കെ ക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെടേണ്ട ഒരു കാര്യം പോലുമില്ല. ലേബർ നിയമങ്ങളനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ കാര്യം, ലേബർ ലോ മാത്രമല്ല, മോഡേൺ മാനേജ്മെൻറ്റ് രീതിയും നിങ്ങൾ ഏറ്റവും ഹാപ്പിയായിട്ട് സംതൃപ്തിയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആശുപത്രി മാനേജ്മെൻറ്റിനുണ്ട്. പക്ഷേ ആശുപത്രി മാനേജ്മെൻറ്റ് പലയിടത്തും ഒരു നിഷേധാത്മക നെഗറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറണം. അപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാവിധ സഹായവും ചെയ്യുന്നതിന് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. നിങ്ങൾ വിജയിക്കുന്നത് വരെ എന്തൊക്കെയാണോ വേണ്ടത് അതിന് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.